ജോർജ് മുണ്ടക്കയത്തെ തള്ളി ജോൺ ബ്രിട്ടാസ് MP. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു. സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. താൻ ഇടനിലക്കാരനായ പാർട്ടിയുടെ അറിവോടെ ചർച്ചയിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കഴിഞ്ഞ മണിക്കൂറുകളിൽ സമഗ്രമായി തന്നെ നമ്മൾ പരിശോധിച്ച വാർത്തയാണിത്. വളരെ വലിയൊരു ആരോപണം തന്നെയാണ് ജോൺ ബ്രിട്ടാസിനെതിരെ ഉന്നയിച്ചത്. ഇതിൽ ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം കൂടി വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, സോളാർ സമരവുമായി ബന്ധപ്പെട്ട് ജോർജ് മുണ്ടക്കയം ഒരു ലേഖനത്തിൽ നടത്തിയ വെളിപ്പെടുത്തലിനെയാണ് നിലവിൽ രാജ്യസഭ MP ആയ ജോൺ ബ്രിട്ടാസ് പൂർണ്ണമായി തന്നെ തള്ളുകയാണ്. തനിക്കിതിൽ പങ്കില്ല എന്ന രീതിയിൽ തന്നെ ജോർജ് മുണ്ടക്കയത്തിൻ്റെ ആരോപണം പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു പ്രസ്താവനയായിരുന്നു അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജോൺ ബ്രിട്ടാസ് നടത്തിയത്. പക്ഷേ അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയുമ്പോഴും മാധ്യമങ്ങളോടുള്ള ചോദ്യങ്ങളിൽ ആ സംഭവം നടന്നതായി തന്നെയാണ് ജോൺ ബ്രിട്ടാസ് സ്ഥിരീകരിക്കുന്നത്. കാരണം ആ സമരവുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂരാണ് തന്നെ ഇങ്ങോട്ട് വിളിച്ചത്, താൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. കൈരളിയിലെ ഓഫീസിലിരിക്കുമ്പോഴായിരുന്നു ഈ ചെറിയാൻ ഫിലിപ്പ്, പഴയ കോൺഗ്രസ് നേതാവിൻ്റെ ഫോണിലേക്ക് ഇത്തരത്തിലൊരു കോൾ വരുന്നു. അത് തിരുവഞ്ചൂരിൻ്റെ കോളായിരുന്നു. അതിനുശേഷം താൻ ഈ തിരുവഞ്ചൂരിനോട് സംസാരിക്കുന്നു. തിരുവഞ്ചൂർ ആവശ്യപ്പെടുന്നു ഈ സമരം അവസാനിപ്പിക്കണം, LDFൻ്റെ എല്ലാ ഈ ആവശ്യങ്ങളും അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന രീതിയിൽ സംസാരമുണ്ടാകുന്നു. തുടർന്നായിരുന്നു CPMൻ്റെ പിന്തുണയോടെ, CPMൻ്റെ അറിവോടെ, CPM നേതൃത്വത്തിൻ്റെ അറിവോടെ തന്നെ ഈ ജോൺ ബ്രിട്ടാസ് ആ സമയത്ത് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി, അതോടൊപ്പം കുഞ്ഞാലിക്കുട്ടി എന്നിവരെ കാണുന്നു. അതിനുശേഷമായിരുന്നു ഈ ചർച്ച നടക്കുന്നത്. ചർച്ചയിൽ തീരുമാനമുണ്ടാകുന്നു. ആ തീരുമാനം ഇതായിരുന്നു. ആ സമയത്ത് LDFൻ്റെ ആവശ്യമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു ആ സമയത്തെ CPMൻ്റെ ആവശ്യം. അത് അംഗീകരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകുന്നു. അതിനുശേഷമായിരുന്നു ഈ സമരം അവസാനിപ്പിച്ചതെന്ന് ഈ ബ്രിട്ടാസ് തുറന്ന് സമ്മതിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ജോർജ് മുണ്ടക്കയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ തള്ളിക്കളയുമ്പോഴും ബാക്കിയുള്ള ഈ സംഭവം നടന്നതായി എന്തായാലും ജോൺ ബ്രിട്ടാസ് സമ്മതിക്കുകയാണ്. ആ സമരം അന്ന് തീർന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. ആ ചർച്ചയുടെ ഇടനിലക്കാരനായി നിന്നത് ബ്രിട്ടാസ് ആണെന്നും നിലവിൽ തുറന്നു സമ്മതിക്കുന്നു. ശ്രീജിത്ത്, ദയവായി തുടരുക. സോളർ സമരത്തിൽ നിന്ന് CPM തലയൂരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലെന്ന വെളിപ്പെടുത്തലുണ്ട്. മലയാള മനോരമ ദിനപത്രം തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം വാരികയിൽ എഴുതിയ സോളാർ സമരത്തിന്റെ കഥയിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. രാജ്യസഭ MP ജോൺ ബ്രിട്ടാസ് വഴിയാണ് CPM ഒത്തുതീർപ്പിന് ശ്രമിച്ചതെന്ന് ലേഖനം പറയുന്നു. ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായ സാഹചര്യത്തിൽ ജോൺ ബ്രിട്ടാസ് MP ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അദ്ദേഹം ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ജോൺ മുണ്ടക്കയം കൃത്യമായ വിവരങ്ങളാണ് ഈ ലേഖനത്തിലൂടെ രേഖപ്പെടുത്തുന്നത്. 2013 സോളാർ സമരം അവസാനിപ്പിക്കാൻ CPMൻ്റെ ഭാഗത്തു നിന്നാണ് നീക്കം വന്നത് എന്നാണ് അന്നത്തെ മലയാള മനോരമ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയം മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ഇടനില നിന്നത് ഇപ്പോഴത്തെ രാജ്യസഭാ MPയും കൈരളി ചാനലിൻ്റെ MDയുമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആണ്. തന്നെ വിളിക്കുന്നത് ഈ സമരം അവസാനിപ്പിക്കണ്ടേ എന്നുള്ള ഒരു ഫോൺ കോൾ ജോൺ മുണ്ടക്കയത്തിന് ഫോൺ വിളിക്കുന്നത് ജോൺ ബ്രിട്ടാസ് ആണ്. അങ്ങനെയാണ് ജോൺ മുണ്ടക്കയം നേരിട്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഫോണിൽ ബന്ധപ്പെടുന്നു. സമരം അവസാനിപ്പിക്കാൻ CPM നേതൃത്വം തന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ള വിവരം ഉമ്മൻചാണ്ടി അറിയിക്കുന്നു. അക്കാര്യം PK കുഞ്ഞാലിക്കുട്ടിയെ കൂടി ധരിപ്പിക്കാൻ ജോൺ മുണ്ടക്കയത്തോട് ഉമ്മൻചാണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ ജോൺ മുണ്ടക്കയം നേരിട്ട് PK കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കുന്നു. പിന്നീടാണ് PK കുഞ്ഞാലിക്കുട്ടി അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഇക്കാര്യം സംസാരിക്കുന്നു. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചന നടത്തി അവിടെ നിന്നും നേരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, CPMൻ്റെ നേതാക്കളായിട്ടുള്ള പിണറായി വിജയൻ, അതേപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളെ ബന്ധപ്പെട്ട് ഈ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ്. പ്രധാനപ്പെട്ട ആവശ്യം CPM മുന്നോട്ട് വെച്ചത് ജുഡീഷ്യൽ അന്വേഷണം നടത്താം എന്ന് വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണമെന്നുള്ളതായിരുന്നു. ആ ഒരു നിലയിൽ ഉമ്മൻചാണ്ടി വളരെ പെട്ടെന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി. അങ്ങനെയാണ് സമരത്തിൽ നിന്ന് CPM വിദഗ്ധമായി തലയൂരിയത് എന്നാണ് ജോൺ മുണ്ടക്കയം പറയുന്നത്. പക്ഷേ ഇത് ശരിയല്ല എന്നുള്ള നിലയിൽ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് കണ്ണൂരിൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യം ചെറിയാൻ ഫിലിപ്പ് വഴിയാണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ ബന്ധപ്പെടുകയായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ജോൺ ബ്രിട്ടാസ് നടത്തുന്നത്. പക്ഷേ ജോൺ മുണ്ടക്കയം എഴുതിയ ലേഖനത്തിൽ പറയുന്നു CPM തന്നെ നേരിട്ട് ഇടപെടുകയായിരുന്നു. ഈ സമരം അവസാനിപ്പിക്കാൻ CPM തന്നെയാണ് മുന്നോട്ട് വന്നത് എന്നാണ് ജോൺ മുണ്ടക്കയം
സമകാലിക മലയാളത്തിൽ എഴുതിയ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നത്. അത് തന്നെയാണ് സോളാർ സമരത്തിൽ നിന്ന് CPM തലയൂരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലെന്ന വെളിപ്പെടുത്തൽ. മലയാള മനോരമ ദിനപത്രം തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം വാരികയിൽ എഴുതിയ സോളാർ സമരത്തിന്റെ കഥയിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. രാജ്യസഭ MP ജോൺ ബ്രിട്ടാസ് വഴിയാണ് CPM ഒത്തുതീർപ്പിന് ശ്രമിച്ചതെന്ന് ലേഖനത്തിൽ പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്തും MK വിനോദും.